വ്ലോഗായിട്ട് വന്നേക്കാണ്. നമ്മൾ ഇന്ന് എന്ത് കാണാനാ പോകുന്നേ? എമ്പുരാൻ ഫസ്റ്റ് ഷോ ആണ്. ആക്ച്വലി കാനഡയിൽ ഇന്നലെ ഇവിടെ റിലീസായി, 26-ാം തന്നെ റിലീസായി. പക്ഷെ ഞങ്ങൾ ഇപ്പോഴാണ് സമയം കിട്ടുന്നത് പോകാനായിട്ട്. സോ ഞങ്ങൾ ഇപ്പൊ 3:30 ഷോന് പോവാണ് ഞങ്ങള്. ഐ ആം റിയലി എക്സൈറ്റഡ് ഫോർ ദ ഷോ. നമ്മള് കഴിഞ്ഞ തവണ ക്യൂബെക്കിന്റെ വ്ലോഗ് നമ്മൾ ഇട്ടിരുന്നു. നല്ല കമന്റ്സും നല്ല റിയാക്ഷൻസും ആണ്. അത്യാവശ്യം നല്ല, നമ്മൾ വിചാരിച്ചതിലും കൂടുതൽ ആൾക്കാർ അത് കാണുകയും ജനങ്ങൾക്കിടയിൽ അത് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചു. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് ലവ്. ഈ സപ്പോർട്ട് എന്നും ഞങ്ങളുടെ തുടർന്ന് വീഡിയോസ് ഉണ്ടാവണം. സോ നമുക്ക് എന്തായാലും അവിടെ ചെന്നിട്ടൊക്കെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാം. കഴിഞ്ഞ വീഡിയോയില് നമ്മള് ഇവര് രണ്ടുപേരും അധികം സംസാരിച്ചില്ല എന്ന് കുറെ പേര് കമന്റ്സ് വാക്കിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നതായിരിക്കും. എന്തെങ്കിലും 2 വാക്ക്. ഇത് നമ്മുടെ ചെയ്യാതെ എന്തെങ്കിലും പറയണ ജിതൻ എന്തെങ്കിലും പറയണ. സോ അവനും കഴിഞ്ഞ തവണ സെയിം ഡയലോഗ്. അതെന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര പ്രതീക്ഷയോടെ സത്യമായിട്ടും പോണത്. ഞാൻ ഇൻസ്റ്റ പോലും തുറക്കാണ്ട് ഞാൻ അങ്ങനെ കാണാൻ വേണ്ടി കൊതിച്ച് നടക്കും. അതുകൊണ്ട് ചിലരൊക്കെ പറയുന്നു എന്തൊക്കെയോ നെഗറ്റീവ്സ് പറയുന്നുണ്ട്, പോസിറ്റീവ്സ് പറയുന്നു. പക്ഷെ എനിക്കതൊന്നും കേൾക്കണം. കാരണം എനിക്ക് സ്വന്തമായിട്ട് ഞാൻ തന്നെ എനിക്ക് കണ്ട അഭിപ്രായം എനിക്ക് വേണം. അതുകൊണ്ടാണ് എന്തായാലും നല്ല പടമായിരിക്കും, തീർച്ചയായിട്ടും കാണേണ്ട പടമായിരിക്കും. എമ്പുരാൻ ടോപ്പ്, എമ്പുരാൻ കിട്ടു, എമ്പുരാൻ നല്ല ക്ലാസ് ആയിട്ടുണ്ട്, മാസാണ്. ഫസ്റ്റ് ഹാഫ് കിടലാണ്, സെക്കൻഡ് ഹാഫ് സൂപ്പറാണ്. അതിന് പടം കണ്ടോ? പടം കാണാൻ പോവാണ്. പൃഥ്വിരാജിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കഴിവുള്ള ആളാണ്. എമ്പുരാൻ നല്ല പടമായിരിക്കും. നല്ല പടമായിരിക്കും. അത്രേ ഉള്ളൂ. നല്ല പടമാണ്. നല്ല പടം എന്ന് പറഞ്ഞാൽ നീ കണ്ടില്ല. അല്ല, നല്ല പടമായിരിക്കും. നമ്മളിപ്പോ ആക്ച്വലി ഇത് ഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് ടിമ്മില് കയറിയേക്കാം. അപ്പം നിനക്ക് വിശക്കുന്നുണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്, പക്ഷെ ഞാൻ വിശപ്പ് കടിച്ചു പിടിച്ച് വെച്ചേക്കുക. കാര്യമായിട്ട് നമ്മൾ സിനിമ കഴിഞ്ഞിട്ട് നമ്മൾ കാര്യത്തിൽ കഴിക്കും. പക്ഷെ ഇപ്പോ നിനക്കെന്തെങ്കിലും വേണമെങ്കിൽ മേടിച്ചു. നമ്മൾ ഇത്ര നേരം ഓടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് വെറുതെ കാറിൽ നിന്നൊക്കെ ഇറങ്ങി സ്ട്രെച്ച് ആവാൻ വേണ്ടിട്ട് ഇറങ്ങിയതാ മെയിനായിട്ട്. എനിക്കെന്തോ എനിക്കിപ്പോ വിശക്കുന്നില്ല. എന്റെ മനസ്സ് മൊത്തം സിനിമയാണ്. കിസിയ എന്താ എക്സൈറ്റഡ് ആണോ പടം കാണാൻ? ഓഫ് കോഴ്സ് എക്സൈറ്റഡ് ചെയ്യുന്നു. എന്തായാലും ഞങ്ങള് നോക്കട്ടെ എന്തൊക്കെ കഴിക്കണ്ടെന്ന് നോക്കട്ടെ. വേണ്ട ഫ്ലാറ്റ് ബ്രെഡ് ആണ് കൂടുതൽ പിസ്സസ് വരുന്നത്. ചിക്കൻ കഴിച്ചിട്ടുണ്ട്, ചിക്കൻ പാർമേസൻ കഴിച്ചിട്ടുണ്ട്. നമ്മള് സ്കാർബറോ നമ്മള് എത്തി. ലൈക്ക് ഒരു 20 മിനിറ്റ്സും കൂടെ ഉണ്ട് നമുക്ക്. നമ്മൾ ആക്ച്വലി സ്പീഡാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം സിനിമ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ എത്തണമല്ലോ. അപ്പൊ അതുകൊണ്ട് നിർത്തി വെച്ചാണ് നമ്മള് പൊക്കോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലല്ലോ, കുറച്ച് ഗ്രഡ്ജ് കുറച്ചിങ്ങനെ നേരത്തെ പഠിപ്പോലെ എമ്പുരാനേ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ജനക്കൂട്ടമാണ്, വ്ലോഗ് എടുക്കാൻ നാണക്കേടുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട്. ഞങ്ങൾ ടിക്കറ്റ് കിട്ടി. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. സീരിയസ് എക്സൈറ്റഡ്. ഞങ്ങൾ എന്തായാലും കൃത്യസമയത്തിന് എത്തിയിട്ടുണ്ട്. ഇച്ചിരി ജന തിരക്കാട്ടോ, ഭയങ്കര കൂട്ടലേക്ക്. ഇത്ര തിരക്കുന്നത് യോഗ് സിനിമാസിൽ വരുന്നത്. എന്തായാലും ബാക്കി നമുക്ക് നോക്കാം കേട്ടോ.
കഴിഞ്ഞു. ഇപ്പൊ ഇന്റർവെല്ലാണ് അവിടെ ഞങ്ങൾ ജസ്റ്റ് പുറത്തിറങ്ങിയത്. എങ്ങനെയുണ്ട്? എനിക്കിഷ്ടമായി. എനിക്ക് മേക്കിംഗ് ഒക്കെ ഭയങ്കര രസമാണ്. കഥ നമ്മൾ ലൂസിഫർ കണ്ടിട്ട് വേണം നമ്മളിത് കാണാനായിട്ട് ബേസിക്കലി. പക്ഷെ സംഭവം നല്ല രസമാണ്. കണ്ടോളൂ, കുറേ നമുക്ക് കണക്ട് ചെയ്യാം. ബാക്കിയും കൂടെ കണ്ടിട്ട് ഞാൻ ഫുള്ള് കാര്യം പറഞ്ഞു. അയ്യോ, എൻ്റെ പടം കണ്ട് കഴിഞ്ഞു. നല്ല പടമാണ്. എനിക്കിപ്പം ഞാൻ സ്പോയിലേഴ്സ് ഒന്നും തരുന്നില്ല, പക്ഷേ നിങ്ങൾ മസ്റ്റ് വാച്ച് ആണ്. മേക്കിംഗ് ഒക്കെ എക്സലൻറ്റ് മേക്കിംഗ് ആണ്. സീരിയസ്, ഞാൻ എൻ്റെ അഭിപ്രായം കേട്ടോ പറയുന്നത്. ബാക്കിയുള്ളവർക്ക് ഡിഫറെൻ്റ് ആയിരിക്കും. എക്സലൻറ്റ് മേക്കിംഗ് ആണ്. ആ ഒരു നമുക്കിങ്ങനെ ചില സ്ഥലത്തൊക്കെ എനിക്ക് ഗൂസ് ബംപ്സ് ശരിക്കും അടിച്ചു. നിനക്ക് എങ്ങനെ ഉണ്ടായിരുന്നു കാവ്യ? എനിക്കും നല്ല എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അത്യാവശ്യം നല്ല എന്താ പറയുക, നമ്മള് വെറുതെ ഹൈപ്പ് തന്നെ പറയാം. അതെ അതെ, ഹൈപ്പിനുള്ളത് അത്യാവശ്യം ഉണ്ട്. നല്ല തണുപ്പാട്ടോ. നമ്മളിപ്പോ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. എന്താ പടം നല്ല കോൺസെൻട്രേറ്റഡ്, പ്രത്യേകിച്ച് ആ ടൈലന്റ് പോർഷൻ. രാജുവേട്ടന് എനിക്ക് തോന്നുന്നു ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നന്നായിട്ട് വാച്ച് ചെയ്യണമെന്ന്. സീരിയസിൽ നല്ല രീതിക്ക് അത് കാണണം. ക്ലൈമാക്സ് ഒക്കെ കാണണം. എല്ലാം ഒരുപാട് സസ്പെൻസ് കുറച്ച് സ്ഥലത്തുണ്ട്. പിന്നെ ദീപക് ദേവ് എക്സലന്റ് ആയിട്ടാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ സിനിമാറ്റോഗ്രാഫിയുടെ കാര്യമൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല, ബിക്കോസ് അത് നിങ്ങൾ കണ്ട് അതിന്റെ മാജിക് മനസ്സിലാക്കണം. അല്ല, പുള്ളിക്കാരിയുടെ ഒരു സ്ത്രീ ശാക്തീകരണത്തിൽ എനിക്ക് മഞ്ജു വാര്യരുടെ ഇഷ്ടമായിട്ടോ. ഒരു ചെറിയ ഗൂസ്ബംസ് പടം കൊള്ളില്ലാന്നാണ് നീ പറയുന്നത്. ഡയറക്ഷനും സിനിമാറ്റോഗ്രാഫി സുജിത് വാസുദേവിന് ബിഗ് ഹാൻഡ്സ് ഓഫ്. അല്ല, ഛായാഗ്രഹണം റെസ്റ്റോറന്റിൽ വന്നേക്കാണ്. ബിരിയാണി സ്പോട്ട് മന്തിയാണ് ഓർഡർ ചെയ്തേക്കണേ. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു ചായ, ഹൈദരാബാദി ചായ കഴിക്കാൻ പോവാണ്. സോറി, താഴെ കളഞ്ഞു. അപ്പൊ നമ്മള് റെഗുലർ മന്തി, ഫാമിലി മന്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം. ഇങ്ങനെയാണ് ഓരോ കോമ്പിനേഷൻ എന്താടാ? സാമ്പാറിന് ചിക്കൻ മുക്കി കഴിക്കും. ആപ്രിക്കോട്ടും ഇതാണ് സാധനം. ഇതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ പറയട്ടെ, ഒരു ദിവസം നോക്കുമ്പോ ഇവൻ സാമ്പാറിൽ ചിക്കൻ മുക്കി കഴിക്കുന്നു. സാമ്പാറിൽ ചിക്കൻ മുക്കി കഴിക്കുന്നത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇതും ഡെസേർട്ടും ഒരു കറിയും ആദ്യമായിട്ടാണ്. ഇപ്പൊ സമയം രാത്രി 1 മണിയായി. നമ്മളിപ്പം എല്ലാം കഴിഞ്ഞ് നമ്മൾ കുറേ സ്ഥലത്ത് പോയി. എന്നിട്ട് നമ്മളിപ്പോൾ നമ്മള് ഇവിടെ വുഡ് സ്റ്റോക്കിലെത്തി. ഓൺ റൂട്ട് കയറി. ഇതായത് ബ്ലോക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ്. ബിക്കോസ് ഇവളൊരു ഉറക്കം കഴിഞ്ഞെന്ന് തോന്നുന്നു. നല്ലൊരു ഉറക്കം. അതെ, അപ്പൊ എല്ലാരും ഓരോ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കയറിയൊക്കെയാണ്. ഗൈസ്, അപ്പം നിങ്ങൾ എമ്പുരാൻ വൺസ് അഗൈൻ പറയാണ്, പോയി കാണണം. നിങ്ങളുടെ പേഴ്സണൽ ഒപ്പീനിയൻസ് എന്താണെന്ന് വെച്ചാൽ പറയണം, കമന്റ് ചെയ്യണം. സോ ബൈ, സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടാറ്റാ. തലോടി മാഞ്ഞു ദൂരതീരങ്ങളും മുഖതാരങ്ങളും സാക്ഷികൾ